Good evening. Good evening, Good ma'am. evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Okay, good evening all. ഈ ടൈം സ്പെഷ്യൽ ആണല്ലേ, കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുന്ന ടൈമാണ്. സോ നമുക്ക് അവർക്ക് ചാൻസ് കൊടുക്കാം. ഈ ഓൾ ആർ ടീം, പക്ഷെ എന്നാലും അവർക്ക് പറ്റുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ ടൈമിലല്ല, നമ്മുടെ യൂഷ്വൽ ടൈമിൽ അവർക്ക് ഒട്ടും പറ്റില്ല. സോ അതുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ ടൈമിൽ ജോയിൻ ചെയ്ത സ്പെഷ്യൽ ആളുകൾക്ക് പ്രത്യേകം ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് ഈവനിങ് ടു ഓൾ ദ ലവ്ഡ് വൺസ് ആൻഡ് പ്ലീസ്. Thank you, ma'am. Okay, if people can start. So prayer, sign in and thought for the day. Thank you, ma'am. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. So who is going to do prayer? Prayer ഞാൻ മാം മനീഷ. Okay. പൂവല്ലി ജിനു ಗುಡಿ ಕಟ್ಟದೇನು ನೀರಲ್ಲಿ ಮೀನು ಅಡಿಮುಟ್ಟದೇನು ಆ ದೇವದಾಗ್ನೇನೆಲ್ಲಾನು ಹೇ ಶಾರದೆ ದಯ ಪಾಲಿಸು ಈ ಬಾಳನು ಬೆಳಗಾಗಿಸು ಹೇ ಶಾರದೆ ದಯ ಪಾಲಿಸು ಈ ಬಾಳನು ಬೆಳಗಾಗಿಸು ನಾಡಿಗಳ ನಂಬಿಕೆಯರೇ ನಾವಾಡು ಪದ ಪದದಲ್ಲೂ ಸಂಚರಿಸು ಹೂವಲ್ಲಿ ಜೇನೋ ಗುಡಿ ಕಟ್ಟದೇನು ನೀರಲ್ಲಿ ಮೀನೋ ಅಡಿ ಮುಟ್ಟದೇನು ಆ ದೈವದಾಗ್ನೇನೆ ಎಲ್ಲಾನು ಹೇ ಶಾರದೆ ದಯ ಪಾಲಿಸು ಈ ಬಾಳನು ಬೆಳಗಾಗಿಸು ಹೇ ಶಾರದೆ ದಯ ಪಾಲಿಸು ಈ ಬಾಳನು ಬೆಳಗಾಗಿಸು. താങ്ക് യു മാം. എനിവേ നല്ല ചോണായിരുന്നു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഏത് ലാംഗ്വേജ് ആയിരുന്നു? കൊങ്ങിണി, തെലുങ്ക്, കന്നഡ? ഏതാണ്? കന്നഡ. കന്നഡ. Okay. ഞാൻ കാസർഗോഡാണ് മാം. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ വീട്ടിലെന്താ സംസാരിക്കുന്നേ? മദർ ടങ് കന്നഡ. ഞാനും കന്നഡയാണ് മാം. പക്ഷെ ഞാൻ പാലക്കാടായിരുന്നു. പിന്നെ അച്ഛന് ജോലി ആയതുകൊണ്ട് അവിടെ കർണാടകയിലേക്ക് പോയിട്ട് അവിടെ പഠിച്ചത് +2 വരെ. ഓക്കെ ഓക്കെ. ഇപ്പൊ എവിടെയാ? ഇപ്പൊ കണ്ണൂരാണ്. മാമിന്റെ കയ്യിൽ എന്ത് പറ്റി? അതോ, അതിന്റെ റിസ്റ്റിന്റെ അവിടെ ഭയങ്കര ഒരു പെയിൻ. കുറെ നാളെ ശരിക്കും ഒരു 4-5 മാസമായി തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഓർത്ത് വെയിറ്റ് എന്തെങ്കിലും എടുത്തപ്പോ അങ്ങനെ പെയിൻ ആയിരിക്കും എന്ന് വിചാരിച്ച ആദ്യം ശ്രദ്ധിച്ചില്ല. പക്ഷെ അത് മാറുന്നില്ല, ഭയങ്കര സിവിയർ ആകുന്നു. എനിക്കിങ്ങനെ കൈ ഇങ്ങനെ മലർത്താനൊന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോ എക്സ്റേ എടുത്തപ്പോ റിസ്റ്റിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുക, ഒരു ഡിസ്ലൊക്കേഷൻ പോലെ. അപ്പോ എന്റെ 2 കൈയുടെ ഷേപ്പ് അങ്ങനെയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, 1 വീക്ക് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് മാറുന്നില്ല. മെഡിസിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ് ഡോക്ടർ കൂടുതലായിട്ട് തന്നത്. കഴിച്ചിട്ട് മാറുന്നില്ല. അങ്ങനപ്പോ വെറുതെ ഞാൻ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു ബാൻഡേജ് ഒക്കെ കെട്ടി എന്നെ പറഞ്ഞു വിട്ടു, ഇനി അനക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട്, നമ്മുടെ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ടും നമുക്ക് അങ്ങനെ കൈ അനക്കാതിരിക്കാൻ പറ്റണില്ലല്ലോ. പക്ഷെ എന്നാലും കുറച്ചു നേരം ബാൻഡേജ് ഇട്ട് ഇരിക്കുമ്പോ പിന്നെ അത് എന്തെങ്കിലും ജോലി എടുക്കാനായിട്ട്, മീൻസ് നനയ്ക്കേണ്ട ഒരു ആവശ്യം വരുമ്പോ അഴിക്കുമ്പോ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. കുറച്ചു നേരം അനങ്ങാതെ വെച്ചിരിക്കണോണ്ടായിരിക്കാം. അപ്പൊ മാറി. ലീവാണോ? അല്ലല്ല, ക്ലാസ് എടുക്കുന്നു. കൈ വേണ്ടല്ലോ, ജസ്റ്റ് ഓൺ ചെയ്യാൻ മാത്രം കൈ മതിയല്ലോ. ലീവ് എടുത്താൽ ഭയങ്കര പണിയാ. ബാക്കിയുള്ള ടീച്ചർമാര് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതാണ് ഒരു പ്രശ്നം.
3 ദിവസം കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ സ്കാനിങ് അല്ലേ, അൾട്രാസൗണ്ട് സ്കാൻ കയ്യിലെടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ. നമ്മളതാണ് 45 ഏജ് വരെ വളരെ സ്മാർട്ടായിട്ട് നടന്നു. 47 ഒക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പണി കിട്ടി തുടങ്ങുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഹാബിറ്റ്സ് ഒക്കെ മാറി, റൊട്ടീനൊക്കെ ഒന്ന് വല്ലാണ്ട് ചേഞ്ച് ആവും ചില സമയത്ത്. ഈ ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഇതൊക്കെ വരുമ്പോഴേക്കും അങ്ങനെ കൊണ്ട് ശരീരം റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ എടുക്കുന്നതും അത് തന്നെയല്ലേ. ഓക്കെ, പ്രെയർ കഴിഞ്ഞു. സോ സൈനിങ് തോട്ട് ഫോർ ദി ഡേ. സൈനിങ് ഞാൻ പറയാമോ? ഒരിക്കൽ ഒരു സന്യാസിയോട് ഒരാൾ ചോദിച്ചു, ജീവിതത്തിൽ വിജയിക്കാൻ എന്ത് ചെയ്യണമെന്ന്. സന്യാസി അയാളെ ഒരു നദിക്കരയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അയാളോട് പറഞ്ഞു, വിജയിക്കാനുള്ള മന്ത്രം ഈ നദിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഇത് കേട്ട് നദിയിലേക്ക് ഇറങ്ങിയ ആളുടെ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അയാൾ സന്യാസിയോട് ചോദിച്ചു, ഇനിയെങ്കിലും ആ രഹസ്യം എനിക്ക് പറഞ്ഞു തരൂ എന്ന്. ഇത് കേട്ട സന്യാസി അയാളെ പൂർണ്ണമായും വെള്ളത്തിൽ മുക്കി. അയാൾക്ക് ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അയാൾ രക്ഷപ്പെടാൻ ഒരുപാട് തവണ ശ്രമിച്ചു. അവസാനം അയാളുടെ സകല ശക്തിയും എടുത്ത് സന്യാസിയെ തട്ടിമാറ്റി മുകളിലേക്ക് വന്നു. എന്നിട്ട് സന്യാസിയോട് വളരെ ദേഷ്യത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ ചെയ്യുന്നതെന്ന്. ഇത് കേട്ട് വളരെ ശാന്തനായി സന്യാസി മറുപടി പറഞ്ഞു, നിങ്ങളെ ഞാൻ ആദ്യം വെള്ളത്തിൽ മുക്കിയപ്പോൾ രക്ഷപ്പെടാനായി നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ പരിശ്രമിച്ചുള്ളൂ. എന്നാൽ നിങ്ങൾ മുങ്ങിത്താഴുമെന്ന് ഉറപ്പായപ്പോൾ സകല ശക്തിയും എടുത്ത് നിങ്ങൾ പോരാടി മുകളിലേക്ക് വന്നു. ഇത് തന്നെയാണ് വിജയത്തിന്റെ രഹസ്യവും. വിജയത്തിനായി നിങ്ങൾ പൂർണ്ണ ശക്തിയും എടുത്ത് പോരാടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിജയം നിങ്ങൾക്കരികിൽ എത്തിച്ചേരുകയുള്ളൂ. താങ്ക് യു ഓൾ. സൈൻ ഇൻ ബൈ അതുല്യ. Thought of the day ഞാനും മാം. No matter how hard the past, you can always begin again. Quotes written by Buddha. ബുദ്ധ ഈ കോട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ കാലം എത്ര കഠിനമായാലും നിങ്ങൾക്ക് എപ്പോഴും വീണ്ടും തുടങ്ങാൻ കഴിയും. കഴിഞ്ഞ കാലത്തെ ബുദ്ധിമുട്ടുകൾ ഭാവിയെ തടസ്സപ്പെടുത്തില്ല. അതുപോലെ തന്നെ ഓരോ ദിവസവും പുതിയ തുടക്കത്തിന് അവസരമാണ്. തോട്ട് ഓഫ് ദി ഡേ ബൈ മനീഷ. ഓക്കെ മനീഷ, ആൻഡ് ഞാൻ ചോദിക്കാൻ ഒരു കാര്യം വിട്ടുപോയി. പ്രെയറിന്റെ മീനിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടന്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. എന്താണ് പ്രെയറിലൂടെ? എനിക്ക് മലയാളം അത്രത്തോളം അറിയില്ല, എന്നാലും എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം മാം. ഫുൾ ലൈൻസിന്റെ പറയണ്ട, ജസ്റ്റ് ഒന്ന് എന്താണ് അതിന്റെ ചുരുക്കം, എന്താണ് ആ പ്രെയറിലൂടെ പറയുന്നത്? നേച്ചറിനെ ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ഇത് ദൈവം അനുഗ്രഹിച്ചു തന്നതാണ് ഈ ഒരു നേച്ചറ്. അതുപോലെ തന്നെ ഇത് തേനീച്ച, ഇത് പൂവിൽ നിന്ന് തേൻ കുടിച്ചാണ് അതിന്റെ ആ ഒരു കൂട് നിർമ്മിക്കുന്നത്. അതേപോലെ ഇത് വെള്ളത്തിന്റെ ആഴത്തിലോട്ട് മീനുകൾക്ക് മാത്രമേ സഞ്ചരിക്കാനും അതിനുള്ളിലുള്ള എല്ലാ ആ ഒരു അത്ഭുതം കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ മദർ നേച്ചറിന്റെ റിസോഴ്സസ് അത് നമ്മളെ മനസ്സിലാക്കി തരുവാണ് അല്ലേ? ലൈക്ക് നമ്മളല്ല ഒന്നും കൊണ്ടുവരുന്നത്, നമ്മളെല്ലാം എടുത്ത് നമ്മളെ യൂസ് ചെയ്യാണ്. സോ വി ഹാവ് സം സോഷ്യൽ കോൺട്രിബ്യൂഷൻസ്, അതായത് നമ്മള് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ മദർ നേച്ചറിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. കാരണം നമ്മളെല്ലാം എടുക്കലേ ഉള്ളൂ, നമ്മൾ തിരിച്ചൊന്നും കൊടുക്കത്തില്ല. അതാണ് ശരിക്കും ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, ഞാൻ ആ ചാറ്റ് ബോക്സിൽ നിന്നൊരു മെസ്സേജ്, എന്റെ കൈയുടെ റെസ്റ്റിന് നല്ല പെയിൻ, അപ്പോ റെസ്റ്റിന് വേണ്ടിയിട്ട് ഡോക്ടർ എനിക്ക് ബാൻഡേജ് കെട്ടി തന്നു വിട്ടതാണ് ഫോർ 3 days. 3 days കൊണ്ട് പെയിൻ മാറിയില്ലെങ്കിൽ ഫർദർ പ്രൊസീജിയർ ചെയ്യണം, ലൈക്ക് സ്കാനിങ്, എക്സ്റേ എടുത്തപ്പോ ചെറിയൊരു പ്രശ്നം പോലെ തോന്നും. സോ എനിവേ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര പെയിൻ ഒന്നുമില്ല. നേരത്തെ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നല്ല പെയിൻ ആയിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഓക്കെയാണ്. ഓക്കെ, നമ്മൾ എവിടെ വരെ? ആൻഡ് ഈ ഒരു ടൈമിൽ ജോയിൻ ചെയ്തവർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ്. നിങ്ങൾക്ക് പാട്ട് പാടണോ, ഡാൻസ് കളിക്കണോ? പ്ലീസ്. എന്തെങ്കിലും പറയണ്ടോ? മ്യൂട്ടാ. ക്ലാസ് എടുത്തോളൂ. ശരി, നമ്മൾ എവിടം വരെയായി ലാസ്റ്റ് ക്ലാസ്സിൽ? To maintain norms of good food health. Okay.
സോ ഇറ്റ് വാസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? Aims and values of health education. Ah. Aims and values of health education. ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അസൈൻമെന്റ്സ് ഞാൻ തരാന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുമല്ലോ ചെയ്തോ? തന്നായിരുന്നു മിസ്. ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ വന്നോ? വന്നിട്ടില്ല ഇതുവരെ. ക്ലാസ് റൂമിൽ വന്നോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ഇതുവരെ എത്തിയിട്ടില്ല. ക്ലാസ് റൂമിൽ വന്നിട്ടില്ല മാം, അല്ലാതെ ഞാൻ പറഞ്ഞില്ല. ആണ്. ഓക്കെ. ഓക്കെ ഫൈൻ. സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഞാൻ ഷെയർ ചെയ്തേ കേട്ടോ. ഹെൽത്ത് ആൻഡ് ഹൈജീന് 3 അസൈൻമെന്റ് പറഞ്ഞിട്ടുള്ളത്. എല്ലാരും ഒന്ന് അതൊക്കെ health- പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണു. ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ വരാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലെ? മിസ് ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. പറയൂ. മിസ് ആ അസൈൻമെന്റ് തന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു സെമിനാർ തന്നിരുന്നല്ലോ, അവയർനെസ് ഓൺ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞിരുന്നു, അതിന്റെ തൊട്ട് പിന്നാലെ പറഞ്ഞതാണ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അംഗനവാടി പോയി ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പലർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും. അതായത് പോയി ക്ലാസ് എടുക്കേണ്ടതാണോ, അല്ലെങ്കിൽ അതും പിന്നെയും റിപ്പോർട്ട് പോലെ സെമിനാർ റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പലർക്കും പല ഡൗട്ടാണ്. അപ്പൊ മിസ് പറഞ്ഞത് അതൊന്നും കൂടി ക്ലിയർ ആക്കിയാൽ അത് പലർക്കും കൺഫ്യൂഷൻ മാറ്റാലോ. മനസ്സിലായി. അതായത് നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ പറ്റി ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അത് റിലേറ്റഡ് അസൈൻമെന്റ്സും തന്നു. അസൈൻമെന്റ്സ് തന്നപ്പോൾ നമ്മൾക്ക് ശരിക്കും അസൈൻമെന്റും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ഇൻഫർമേഷനെ അനലൈസ് ചെയ്ത് അതിനെ പറ്റി, അതായത് കീറി മുറിച്ച് അനലൈസ് ചെയ്ത് കുറെ കാര്യങ്ങൾ സ്വന്തം ലൈഫിലേക്കും ചുറ്റുപാടുമൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാകും. അത് whatever it be, നമ്മളൊരു ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുമ്പോഴാണ് ആ നമ്മൾ അനലൈസ് ചെയ്ത ഇൻഫർമേഷൻസ് നോളജ് ആക്കി അതിന്റെ കംപ്ലീറ്റ്നെസ് പൂർണ്ണതയിലേക്ക് വരുള്ളൂ, വേറൊരാൾക്ക് പകർന്നു കൊടുക്കും. അപ്പൊ അതിന് ഏറ്റവും പറ്റിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിലി ആയിട്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമാണ് അംഗൻവാടി എന്ന് പറയുന്നത്. സ്കൂളുകളിലൊക്കെ ആവുമ്പോഴേക്കും നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവർക്ക് പല കണ്ടീഷൻസ്, നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അതായത് അപ്പൊ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു അംഗൻവാടി ആകുമ്പോൾ അവരുടെ അടുത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. മിക്കവാറും ആ ടീച്ചറെ നമുക്കറിയായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ നമ്മളുടെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഈ അംഗൻവാടിയിലെ ടീച്ചർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് ചില ക്ലാസ്സുകളൊക്കെ തരാനൊക്കെ. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് റിസോഴ്സ് പേഴ്സൺസ് കുറവായിരിക്കും, കാരണം ഇവർക്ക് ഫണ്ട് കുറവായത് കാരണം കാശ് കൊടുത്ത് ഒരാളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾക്ക് അറിയാവുന്ന ഈ കാര്യങ്ങളുടെ ഒരു അവയർനെസ് ആ സ്കൂളിലെ അംഗൻവാടിയിലെ കുട്ടികൾ അവർ കൂടി വന്നാൽ ഒരു 5 വയസ്സ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അവർ അവിടെ നിന്ന് മാറുമല്ലോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കും മിക്കവാറും. അപ്പൊ ആ കുട്ടികൾക്ക് നമ്മളൊരു ക്ലാസ് പോലെ എടുക്കുമ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല അംഗൻവാടിയുടെ പരിധിയിലുള്ള അഡോളസൻസ് ഗ്രൂപ്പ് ഉണ്ടാവും, ഇവർക്കും ഇടയ്ക്കിടയ്ക്ക് അംഗൻവാടികളിൽ വെച്ച് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ അവർക്കും പ്രൊവൈഡ് ചെയ്യാം പേഴ്സണൽ ഹൈജീൻ. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടാവുമല്ലോ, അവർക്ക് ആ ഒരു ഏജിൽ അറിഞ്ഞിരിക്കേണ്ട ചില അവയർനെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അമ്മമാർക്കും പ്രൊവൈഡ് ചെയ്യാം. പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുവോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. നമ്മൾ ഇത് കോഴ്സ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് അത് റിപ്പോർട്ട് പോലെയോ എങ്ങനെ വേണമെങ്കിലും എഴുതി വെക്കാം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളുടെ പ്രൊഫൈലിൽ അത് നമുക്ക് കാണിക്കാം. ഒരു ബയോഡേറ്റ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് കാണിക്കാം, ഈ ഒരു അംഗൻവാടിയിൽ ഞാൻ ഈ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ പ്രൊഫൈലിൽ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമല്ല ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ. അങ്ങനെ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ്
നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. അല്ലാതെ PDF പഠിച്ച് എക്സാം എഴുതുന്നത് മാത്രമല്ല. അതുകൊണ്ടാണ് ഒരു 10 മെമ്പേഴ്സിനെ മീറ്റ് ചെയ്ത ഹെൽത്ത് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലേ. ആ ഒരു 10 പേരോട് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെങ്കിലും ആലോചിക്കും, ഞാൻ എന്റെ ഹെൽത്തിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. സോ അവർക്ക് നമ്മളൊരു സർവീസ്, ഒരു അവയർനെസ് കൊടുക്കുക. അപ്പൊ അതാണ് ഇവിടെ. അല്ലാതെ ഇത് റിപ്പോർട്ടായിട്ട് നമുക്ക് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാനോ എനിക്ക് സബ്മിറ്റ് ചെയ്യാനോ ഒന്നുമല്ല. ഇറ്റ്സ് ഫോർ യുവർ ഗ്രോത്ത്, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് കേട്ടോ. ലൈഫ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ നാൾ വഴികളാണ്. നമ്മളൊരു ബുക്ക്, ഒരു ജേണൽ, നോട്ട് ബുക്ക് ആണെങ്കിൽ നമ്മൾ അതിനെ ജേണൽ എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ലൈഫ് ലേണിംഗ് ജേണൽ ആണത്. അതിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റി എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോട്ട് ചെയ്ത് പോയിട്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തേക്കാണെങ്കിൽ അങ്ങനെ, റിപ്പോർട്ട് ആയിട്ടാണെങ്കിൽ അങ്ങനെ, പിന്നെ ചിലർ വീഡിയോ എടുത്ത് സൂക്ഷിക്കുമായിരിക്കും. അംഗൻവാടിയിലൊക്കെ പോയിട്ട് ചെയ്യുന്നതിന് സോഫ്റ്റ് കോപ്പിയിലാക്കി വെക്കുമായിരിക്കും. അതെല്ലാം നമ്മൾക്ക് നമ്മളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കുറച്ചുകൂടെ ഒക്കെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ബയോഡേറ്റ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു പ്രൊഫൈലിലെ ലിങ്കോ എന്തെങ്കിലും നമുക്ക് അതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ചെയ്ത കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒട്ടും നമുക്ക് പേടിക്കേണ്ട വരില്ല. നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉടനെ തന്നെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ വീണ്ടും ഇത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. എന്താന്ന് വെച്ചാൽ ഓരോ ബാച്ചും തീരാൻ പോകുമ്പോഴേക്കും പരീക്ഷകളുടെ ടൈം ടേബിളും ഷെഡ്യൂളൊക്കെ വന്നു കഴിയുമ്പോൾ പുതിയ ബാച്ചിന് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെ മറന്നു പോകുന്നു. അതാണ് ഒരു പ്രശ്നം. ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ നാളെ മറ്റന്നാളും ആയിട്ട് ഈ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരാൾ ഒരു മെസ്സേജ് വാട്സാപ്പിൽ ഇട്ടാൽ മതി, ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവരും കൂടെ ആലോചിച്ച് ആരാ ഇടുന്നതെന്നൊന്ന് കൺഫേം ചെയ്തിട്ടിടണേ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ 100 പേരുടെ മെസ്സേജ് കിട്ടും. ഓക്കെ, സോ അതായിരുന്നു കാര്യം. ഇപ്പൊ ക്ലിയർ ആയോ എന്താണ് അംഗൻവാടി പോയി ചെയ്യേണ്ടതെന്നുള്ളത്? അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമല്ല. ഓക്കെ, എവിടെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റാർട്ട് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ ഫസ്റ്റ് പോയിന്റ് ആണോ പറഞ്ഞേ, അതോ ഇനി പറയാനുണ്ടോ? ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് തന്നെ എടുക്കാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ഒന്നുമില്ല, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലെ. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഏതൊക്കെ ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അവിടെയെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഇന്നൊരു ബാച്ചിൽ, ആ ബാച്ച് ഓൾറെഡി ഫൈനൽ എക്സാം ആയി അവരുടെ കോൺവെക്കേഷൻ ആകുന്ന ടൈം ആയ ഒരു ബാച്ചാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ഒരു റിഫ്ലക്ഷൻ വന്നപ്പോ എനിക്ക് ചെറിയൊരു അത്ഭുതം തോന്നി. കാരണം വേറൊന്നുമല്ല, ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു. കൊച്ചു കുട്ടികൾ ഉണ്ടാകുന്ന ചില ബിഹേവിയറൽ ഇഷ്യൂസ്. അപ്പോൾ ടീച്ചർമാരായി വർക്ക് ചെയ്യുന്ന ചിലർക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. അപ്പൊ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ അത് പല തലങ്ങളിലേക്ക് പോയി. ലൈക്ക് കുട്ടികളെ പേരൻസിന്റെ അടുത്തുനിന്ന് മാറ്റിക്കിടത്തണം, സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായി പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി. അപ്പൊ ക്ലാസ്സിൽ ഇച്ചിരി ഏജ് കൊണ്ട് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനി ഉണ്ടായിരുന്നു. ആള് ചോദിച്ചു, ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ടോ? നിങ്ങൾ പുതിയ ബാച്ചാണല്ലോ, നിങ്ങൾ പറയും കാര്യമുണ്ട് മാം. നമ്മള് ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിലാണ്. അത് പാർട്ട് 2 എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചൈൽഡ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ശാരീരിക വളർച്ചയും മാനസിക വികാസവുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ആരോഗ്യം അതെങ്ങനെയായിരിക്കണം, ഹൈജീൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നും അതിന് വേണ്ടുന്ന പ്രിവെന്റീവ് മെത്തേഡ്സും പ്രിപ്പറേഷൻസും നമുക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, ഗവൺമെന്റ് സൈഡിൽ നിന്ന് കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഇതും കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നതിന്റെ ഷെഡ്യൂളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം അറിഞ്ഞാൽ, അതായത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, കുട്ടികളുടെ റൈറ്റ്സ്, ഇതെല്ലാം അറിഞ്ഞാലാണ് നമുക്ക് കുട്ടികളുടെ ഡെവലപ്മെന്റ്, അവരുടെ ഗ്രോത്ത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഏരിയയിലെ ഡെവലപ്മെന്റ് വരും. അതായത് ലാംഗ്വേജ് ഏരിയയിൽ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ശാരീരികം, വൈകാരികം, മാനസികം, അങ്ങനെ എല്ലാ ഡെവലപ്മെന്റും വരും. ബുദ്ധിപരം, ഇന്റലക്ച്വൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെ എല്ലാ ഏരിയയിലുള്ള ഡെവലപ്മെന്റ് വരും. ഇതിന്റെ ഫൗണ്ടേഷൻ വരുന്ന ഒരു
ശരിയായ ഫൗണ്ടേഷൻ വരുന്ന ഒരു ഏജ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ. മറിയ മോണ്ടിസോറി 3 to 6 years, ഡോക്ടർ മറിയ മോണ്ടിസോറി 3 to 6 years വരുന്ന കുട്ടികളിലാണ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്തത്. അതിന് കാരണമുണ്ട്. കാരണം ബർത്ത് തുടങ്ങി 3 വയസ്സിന് താഴെ വരെ കുഞ്ഞുങ്ങളുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് ആയിരിക്കും. അതായത് അവർക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്ത് ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 3 വയസ്സിന് താഴെ സംഭവിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഐക്യു ഭയങ്കരമായിരിക്കും. ഓർമ്മയില്ല. എനിക്കും ഓർമ്മ. ഓക്കെ, ബട്ട് 3 വയസ്സിന് ശേഷം കുട്ടികളുടെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. 3 വയസ്സിന് ശേഷമുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഈ ഒരു 50 വയസ്സിലേക്ക് അടുക്കുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നഴ്സറി പോയതും അവിടെ കളിച്ചതും കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെയും ഒക്കെ നല്ല ഓർമ്മയുണ്ട് ആ ഒരു 4 വയസ്സ് സമയത്ത്. അപ്പൊ നമ്മൾക്ക് ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി കോൺഷ്യസ് ആവുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അപ്പോ 3 വയസ്സ് വരെ സംഭവിച്ച കാര്യങ്ങള് ഒന്നും ഉണ്ടാകില്ലേന്ന്. അതുണ്ട്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡും റെസ്റ്റ് ചെയ്യുവാണ്. നമ്മുടെ പക്ഷെ അൺകോൺഷ്യസ് മൈൻഡ് റിലേറ്റഡ് വിത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ആ സമയത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മൾ ഒരു തലയും വാലും ഇല്ലാത്ത രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. കൊച്ചുകുട്ടികളെ ഉറക്കത്തിൽ ഞെട്ടുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. അത് ഇവരുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റിന്റെ ഒരു ഇതായിരിക്കാം അവരങ്ങനെ ഞെട്ടുന്നത്. അതുകൊണ്ട് 0 to 3 years ആ കുഴപ്പമില്ല, കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അവരെ ഷൗട്ട് ചെയ്യുവോ അവരെ പണിഷ് ചെയ്യുവോ ഒന്നും ചെയ്താലും അത് അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്. എന്തോ ഒരു പേടി അവരുടെ ഉള്ളില്. അവർ ചിലപ്പോൾ അഡൾട്ട് ആയാലും അതുണ്ടായിരിക്കും. അതാണ് 3 വയസ്സ് കഴിയുമ്പോൾ 4 വയസ്സൊക്കെ ആവുമ്പോഴേക്കും കുട്ടികളെ മാറ്റിക്കിടത്തണം എന്ന് പറയുന്നത് പാരന്റ്സിന്റെ അടുത്ത്. കാരണം ഈ ഒരു നമ്മുടെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സെക്ഷുവൽ ലൈഫാണ് മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു ലൈഫ്, അതിനെ വളരെ ഭംഗിയായി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ലൈഫ് തന്നെയാണ് ആ ഒരു സെക്ഷുവൽ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് കുട്ടികളെ മാറ്റിക്കിടത്തണം എന്ന് പറയുന്നത്. എന്റെ മുന്നിൽ വന്ന ഒരു കേസ്, വളരെ പ്രായമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമാണ്, മാഡം പാരന്റ്സിന് ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ അറിവ് വരുന്ന പ്രായമാകുമ്പോൾ തന്നെ മാറ്റിക്കിടത്തണം എന്ന് പറയണേ. കാരണം ഇദ്ദേഹം കുഞ്ഞായിരുന്നപ്പോ പാരന്റ്സിന്റെ കൂടെ കിടന്നപ്പോ ഇദ്ദേഹം ചിലത് കണ്ടു, ചിലത് കേട്ടു. അത് അദ്ദേഹത്തിന് ഭയങ്കര ട്രോമയായി മാറി. ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് പോലെ അദ്ദേഹത്തിനായി. അദ്ദേഹം പറയുന്നത്, ആ ഒരു പ്രായത്തിൽ ഞാൻ കേട്ട ശബ്ദം ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. ചില ആളുകൾക്ക് സക്സസ്ഫുള്ളി മാരേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ചെറുപ്പത്തിൽ അവർക്ക് ഇങ്ങനെയൊരു ഇൻസിഡന്റ് അവർ കാണുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫിൽ സക്സസ് ആക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മള് പാരന്റ്സിന് ഡീല് ചെയ്യുമ്പോൾ ഇത് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാം. പാരന്റ്സിന് ക്ലാസ് എടുക്കാനൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാം. പാരന്റ്സ് അവെയർ ആയിരിക്കണം അതിനെക്കുറിച്ച്. കുഞ്ഞല്ലേ, ഒന്നും മനസ്സിലാകില്ല എന്നുള്ളതല്ല, കുട്ടികൾക്ക് മനസ്സിലാകും. അവരുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പഞ്ച് പോലെയാണ്. വെള്ളത്തിലിടുന്ന എന്ന് പറയുന്ന സ്പോഞ്ച് നമ്മൾ പറയില്ലേ, വെള്ളത്തിൽ സ്പോഞ്ച് എന്ന് പറയും. ആ ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം മുഴുവനും അങ്ങ് വലിച്ചെടുക്കുന്ന പോലെ ഇവരുടെ മനസ്സെല്ലാം അബ്സോർബ് ചെയ്യും. അങ്ങനെ ഈ ഇംപ്രഷൻസ് ആയിട്ട് ഇവരുടെ ബ്രെയിനിൽ ഇരിക്കും. അത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങള് അത് ചിലപ്പോ പറയും അമ്മ അച്ഛനെ ഉപദ്രവിക്കുകയാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയും. പിന്നെ ക്ലാസ്സിൽ ചെന്ന് പറയും. ചിലരിത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും. ഒന്നുമില്ലെങ്കിൽ ക്യൂരിയസ് ആണ് അവരുടെ മൈൻഡ്. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും കുട്ടികൾക്ക്. അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ചെയ്തു നോക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. നമുക്ക് ആ ക്യൂരിയസ് മൈൻഡ് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. കാണുന്നതും കേൾക്കുന്നതും അവർ റിപ്പീറ്റ് ചെയ്യുന്നത് അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ അത് നല്ലതല്ലേ. ഓക്കെ, സോ അതൊക്കെയാണ് ഇപ്പൊ ഈ ഒരു കാര്യത്തിന്റെ ഡിസ്കഷൻ. കാരണം ടീച്ചേഴ്സായി വർക്ക് ചെയ്യുന്ന ചിലർക്ക് കുഞ്ഞുങ്ങളിൽ നിന്നും ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ കണ്ടു. അപ്പൊ എന്ത് ചെയ്യും എന്ന് അവര് ക്ലാസ്സിൽ ചോദിച്ചപ്പോ ഒരു ട്രെയിനി പറഞ്ഞു, എന്തിനാ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, എന്നിവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഡെഫിനറ്റ്ലി കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ പറ്റി തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ സെക്കൻഡ് പോയിന്റ് ആണ്
ആരെങ്കിലും വായിക്കാൻ റെഡി ആണെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ അവയർനെസ് കൊടുക്കണം, അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയും. സെക്കൻഡ് വൺ, പ്ലീസ് റീഡ് എനി വൺ. യെസ് പ്ലീസ്. To maintain norms of good food health. It helps the school authorities to keep certain principles of health in school. A number of programs of good health growth in the people, sufficient habits of hygiene, atmosphere such as cleanliness, etc. ഓക്കെ, ആ ഫസ്റ്റ് സെന്റൻസ് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയണമെന്ന് വിചാരിച്ചു വിട്ടുപോയതാണ്. ഹെൽപ്സ് എന്നാണ്, ഹീപ്സ് അല്ല, HELPS. To maintain norms of good food health. ഓക്കെ, കുട്ടികൾക്ക് പൊതുവെ ഇത്തിരി കളർഫുൾ ജങ്ക് ഫുഡിനോടൊക്കെയാണ് താല്പര്യം അല്ലെ. അപ്പോ അതുകൊണ്ട് സ്കൂൾ അതോറിറ്റീസ്, എന്റെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് KG-യിലായിരുന്നപ്പോ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു വിടുമായിരുന്നു, ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്നത് ഊണ് തന്നെയായിരിക്കും, ചോറ് തന്നെയായിരിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടരുത് എന്ന് പറയും. ഒരു അതിന്റെ കൂടെ കറിയോ തൈരോ whatever it be. സിസ്റ്റർ പറയുന്ന പൊതുവെ കുട്ടികൾ ചോറ് കഴിക്കില്ല, അപ്പൊ അതുകൊണ്ട് ഒരു നേരമെങ്കിലും അവർ ചോറ് കഴിക്കട്ടെ എന്ന് വെച്ചാൽ, കാരണം KG സെഷനിലൊക്കെ ആകുമ്പോൾ അവര് കൂടെ നിന്ന് ടീച്ചേഴ്സും ആന്റിമാരും ഒക്കെ കൂടെ നിന്ന് അവരെ കഴിപ്പിക്കും, മുഴുവൻ അവരെ കൊണ്ട് കഴിപ്പിക്കും. സ്കൂളിലാകുമ്പോൾ അവരങ്ങ് കഴിക്കും ഇങ്ങനെ കൂടെ നിൽക്കുമ്പോ, വീട്ടിലവര് നമ്മളെ പറ്റിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് സ്കൂൾ അതോറിറ്റീസ് അത് ടേക്ക് കെയർ ചെയ്യണം. പിന്നെ നൂൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകൾ ഉണ്ടല്ലേ, നൂൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്, അവരത് നല്ല ഹൈജീൻ ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. കേട്ടിട്ടുണ്ട് ചില സ്കൂളുകളിൽ വളരെ മോശമായിട്ടാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില സ്കൂളുകളിൽ പക്ഷെ ഇതുപോലെ ലോക്കൽ അതോറിറ്റീസിന്റെ സപ്പോർട്ടോട് കൂടി, ചിലപ്പോൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് പോലെ അങ്ങനെയൊക്കെ രീതിയിലൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത്രയ്ക്കുള്ള ഫണ്ട് കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ആരെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യും. ആ രീതിയിൽ കൊടുക്കുമ്പോൾ അവർ ഹൈജീൻ ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കും. പിന്നെ അതുപോലെ തന്നെ പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഗുഡ് ഫുഡ് ഹെൽത്തിന്റെ പല പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾക്കും ചെയ്യാം ഇതുപോലെ ഗുഡ് ഫുഡ് ഹെൽത്ത്. അത് ഒരു സ്റ്റോറിയിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ റൈമിലൂടെ ചെയ്യാം, ആക്ഷൻ സോങ്ങിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഇങ്ങനെ ഈ സ്കൂളുകളിൽ ഈ ഹെൽത്തി ഫുഡ് അതിന്റെ ഒരു ഓരോരുത്തരും ഓരോ ഫുഡ് ഐറ്റംസ് ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കി കൊണ്ടുവരിക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ലെക്ചർ ക്ലാസ്സിനേക്കാളും എപ്പോഴും നല്ലത് ആക്ടിവിറ്റി ഓറിയന്റഡ്. കുട്ടികളെ കൊണ്ട് തന്നെ റോൾ പ്ലേ ചെയ്യിക്കാം. ഞാൻ നിങ്ങളോട് ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂസിന്റെ റിലേറ്റ് ചെയ്തുള്ള റോൾ പ്ലേ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇല്ല മിസ്. പക്ഷെ ഞങ്ങൾക്ക് വേറെ റോൾ പ്ലേ ആണോ? ഓക്കെ, എന്താണ് ഏതെങ്കിലും ഒരു ഫേവറേറ്റ് കാർട്ടൂൺ മൂവി എടുത്തിട്ട് സ്ക്രീൻ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ക്ലിയർ ആയില്ല. ഏതെങ്കിലും ഒരു ഫേവറേറ്റ് കാർട്ടൂൺ എടുത്തിട്ട്, കാർട്ടൂൺ മൂവിയില് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് ഏതെങ്കിലും കാർട്ടൂണിലത്തെ സീൻ എടുത്തിട്ട് അത് റോൾ പ്ലേ ചെയ്യാന്ന് പറഞ്ഞു. നമ്മള് സോഷ്യൽ ഇഷ്യൂസ്, നമുക്കറിയാം കുറെ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടല്ലേ. ലൈക്ക് സ്മോക്ക് ചെയ്യുന്നത്, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നത്. കുട്ടികൾ അവെയർ തന്നെയാണ്, ചെറിയ കുട്ടികളാണെങ്കിൽ അവെയർ തന്നെയാണ്. അവര് ചിലപ്പോൾ റോൾ മോഡലായിട്ട് കാണുന്നത് അവരുടെ ഫാദറിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെ ആയിരിക്കാം. അപ്പൊ അവര് ചെയ്യുന്ന ആക്ടിവിറ്റി ഇവർ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അവർ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് ശ്രമിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളുടെ ഫാദർ ഇൻ ലോ, അതായത് വൈഫിന്റെ അച്ഛൻ സ്മോക്ക് ചെയ്യുമായിരുന്നു. അത് ബീഡിയായിരുന്നു വലിക്കുന്നത്. ആളുടെ മോനുണ്ട്, കുഞ്ഞു പ്രായം തുടങ്ങി, അറിവ് വെച്ച് പ്രായം തുടങ്ങിയ കാണുന്നത് സ്വന്തം അപ്പൂപ്പൻ ഇങ്ങനെ ബീഡി വലിക്കുന്നത്. വലിച്ചു കഴിഞ്ഞിട്ട് ഈ കുറ്റി താഴെ ഇടുവല്ലോ, ഇടുന്ന ഉടനെ ഒന്നും ചിലപ്പോ അണയ്ക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഈ കുട്ടി എന്ത് ചെയ്യും, ഒളിച്ചിരുന്നതെല്ലാം കാണും. എന്നിട്ട് ആ കുറ്റി എടുത്തിട്ട് ഇവൻ വലിക്കും. കാരണം ഇവന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇവന്റെ അപ്പൂപ്പൻ. അപ്പൊ അപ്പൂപ്പൻ ചെയ്യുന്നത് ഞാനും ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ അവൻ അപ്പൂപ്പനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇത് വീട്ടുകാരെ അറിയണില്ല. അങ്ങനെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന് അത് അങ്ങോട്ടൊരു ഹരം പോലെ, അത്
അപ്പൊ ഇവൻ വലിച്ചിടുമ്പോ തന്നെ അവൻ അത് വലിച്ച് അവൻ അതിൽ നിന്ന് ആ ഒരു ഹാബിറ്റ് മാറുന്നില്ല. നമ്മൾ കേട്ടിട്ടില്ലേ ചൊട്ടയിലെ ശീലം ചൂടല വരെ. അവൻ ആ സ്മോക്ക് ചെയ്ത് അവൻ ഒരു അഡോളസൻസിൽ എത്തിയപ്പോഴാണ് പാരന്റ്സ് കാര്യം അറിയണത് ഇവൻ ഈ ഹാബിറ്റ് ഉണ്ടെന്നുള്ളത്. എന്ത് ചെയ്തിട്ടത് മാറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇവന്റെ അമ്മ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയാ. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് പരിചയം ഈ കുട്ടിയുടെ അച്ഛനെയാണ്. അപ്പൊ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്മോക്ക് ചെയ്യില്ല, ഡ്രിങ്ക്സ് യൂസ് ചെയ്യില്ല. അത് കാരണം പുള്ളിയെ കമ്പയർ ചെയ്താണ് മകന്റെ അടുത്ത് സംസാരിക്കാൻ. മകനെ നീ കഞ്ചാവാണെന്ന് വരെ പുള്ളി ദേഷ്യം വന്നപ്പോ വിളിച്ചു. എന്നെ കണ്ട് പഠിച്ചിട്ടില്ലേ, ദാറ്റ് ടൈപ്പ് ഓഫ് ഡയലോഗ് വന്നു ആളുടെ അടുത്തുനിന്ന്. അപ്പൊ അങ്ങനെ ഈ കുട്ടിയുടെ അമ്മ എന്നോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പ്രശ്നം വഷളായതല്ലാതെ അത് ശരിയായില്ല എന്ന് പറഞ്ഞ രീതിയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ അച്ഛനോട് സംസാരിച്ച് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അച്ഛനും മോനും ശത്രുവിനെ പോലെ പെരുമാറും. കാരണം കുട്ടി കൗമാരപ്രായക്കാരനായി. ആ ഒരു ടൈമില് ഒരു 9th ആവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും ആ ഒരു ടൈമില്. കുട്ടി അച്ഛനെ കാണുന്ന തന്നെ കുട്ടിക്ക് ഭയങ്കര ഒരു ശത്രുവിനെ കാണുന്ന പോലെയാണ്. അച്ഛനും ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ്. അച്ഛൻ രാവിലെ 5 മണിക്ക് വാങ്ങാണ്ട് എണീറ്റിട്ട് അമ്പലത്തിൽ പോവും. ഞാൻ പോകുന്ന പോലെ നിനക്ക് പോയാൽ എന്താ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആള് ചെയ്യുന്നത് ഗുഡ് ഡീഡ്സ്, ഞാൻ ചെയ്യുന്നതാണ് നല്ല പ്രവൃത്തി, നീയും ചെയ്യുന്നതെല്ലാം മോശമാണെന്നുള്ള രീതിയിൽ കുട്ടിയെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവനൊട്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുറേ സംസാരിച്ചു കഴിഞ്ഞപ്പം ആള് പറഞ്ഞു ശരി, ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് എംപത്തറ്റിക്കൽ ആയാൽ മതി, അവന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പതുക്കെ അവനുമായിട്ട് ഔട്ടിങ്, അവനെ മാത്രം കൂട്ടിയിട്ട്, വൈഫിനെയും ചെറിയൊരു മോളുണ്ട് അവരെ ഒന്നും കൂട്ടാതെ ഇവർ രണ്ടുപേരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. കുറച്ചുകൂടെ അവരൊന്ന് കുറെ സമയമെടുത്തു. അവർ തമ്മിലങ്ങ് ക്ലോസ് ആയി. ബീച്ചിൽ പോകുന്നു, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നു. അങ്ങനെ ഇങ്ങനെയായി. അവന്റെ പഠനകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നു. ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ അത്രയും ഒരു എഡ്യൂക്കേഷൻ അച്ഛന് ശരിക്കും ഇല്ല, ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ തന്നെയും. അപ്പൊ അങ്ങനെ അറിയില്ലെങ്കിൽ കൂടിയും അവന്റെ പഠനകാര്യങ്ങളിൽ അവനോട് പലതും ചോദിക്കാനായിട്ട് തുടങ്ങി. അങ്ങ് അവര് തമ്മിലുള്ള ആ ഗ്യാപ്പ് അത് കുറച്ച് കുറഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അവൻ ആ ഹാബിറ്റിൽ നിന്നും അവൻ കുറച്ചൊന്ന് മാറി. അതിന് അവർക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട വന്നു, എന്നാലും അതിൽ നിന്ന് മാറി. അപ്പൊ ശരിക്കും പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ്, കുട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാര് കാണിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഒരു പ്രോബ്ലം സോഷ്യൽ ഇഷ്യൂസിൽ നമുക്ക് അതൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ അൺഹൈജീൻ ആയിട്ട് പെരുമാറുന്നത്, പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ക്ലീൻ ചെയ്യാതിരിക്കുക. പിന്നെ ചെറിയ കുട്ടികളിൽ എപ്പോഴും കണ്ടുവരുന്ന അസുഖങ്ങളാണ് ഈ പല്ല് കേടാവുന്നത് അല്ലെ. ഡെന്റൽ ഹൈജീൻ, പുവർ ഡെന്റൽ ഹൈജീൻ, അതുകൊണ്ട് പല്ല് കേടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നഖം വെട്ടാൻ ഒട്ടും ഇഷ്ടപ്പെടില്ല ചില കുട്ടികൾ. മുടി ചീകി വെക്കാനായിട്ടും ട്രിം ചെയ്യാനായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര വാശി പിടിക്കും. ചിലർ സമ്മതിക്കില്ല അതൊന്നും ചെയ്യാനായിട്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റാൻ അത് അവർ സമ്മതിക്കില്ല. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്കിത് ഇവരോടെ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറയുന്നതിനേക്കാളും ഒരു ചെറിയ റോൾ പ്ലേ 5 മിനിറ്റ്സിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റോൾ പ്ലേ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യാം. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാനാണ്. എന്നിട്ട് ആ സ്ക്രിപ്റ്റ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ കുട്ടികളെ തന്നെ അതിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ആക്കി ചെയ്യാം. ഇനി അതല്ല, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചില ബണ്ണി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അവര് പറയുന്നതായിട്ട് നമുക്ക് അവരുടെ രൂപത്തിലുള്ള മാസ്കുകൾ ഉണ്ടാക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട ഏതാ ക്യാരക്ടർ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാസ്ക് പോലെ ഉണ്ടാക്കാം. മാസ്ക് ഉണ്ടാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ മാസ്ക് നമുക്ക് ഫേസിൽ വെക്കുന്ന രീതിയിൽ ഇങ്ങനെ ത്രെഡ് കൊടുക്കാം. അതല്ലെങ്കിൽ സ്റ്റിക്കിൽ വെക്കില്ലേ മാസ്ക് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് മാസ്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. മാം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മാം. പറയൂ. എൻ്റെ മോള് ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ഈ ചിക്കൻ, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. അതേപോലെ തന്നെ സ്കൂളിൽ
ഫസ്റ്റ് ഡേ തന്നെ അവർ പറഞ്ഞു കൊടുത്തത് എന്താ വെച്ചാല് ചോറ് കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. ഈ രാവിലെ എന്തുണ്ടാക്കണേ അത് കൊടുത്തയച്ചാൽ മതി എന്നാണ് അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോള് തീരെ ചോറ് കൊണ്ടുപോകാൻ തീരെ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ ബ്രെഡ്, ജാമ്, ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തേലും കുട്ടികൾ എല്ലാവരും അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് അത് മതിയെന്ന്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വന്നാലും ഈ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാ. ഒരു വെജിറ്റബിൾസ് അങ്ങനത്തെ സംഗതികളൊന്നും കഴിക്കില്ല. ഈ നുറുക്ക്, മിച്ചർ അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് തിന്നാൻ കരയുക. അല്ലെങ്കിൽ തീരെ ഒന്നും കഴിക്കില്ല. എന്നിട്ട് ഇപ്പോൾ രണ്ടാം ഓണത്തിന്റെ അന്ന് മോൾക്ക് ഭയങ്കര വയറുവേദന. എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു, സർജനെ കാണിക്കാൻ പറഞ്ഞു. കാണിച്ചപ്പോൾ ഡോക്ടർ പറയണു ഇവൾക്ക് എപ്പോ വെജിറ്റബിളും ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കണോ അന്ന് ഇവളെ അസുഖം മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് കഴിച്ചില്ലെങ്കിൽ. ഓക്കെ, സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ വയ്ക്കുമ്പോൾ പാരന്റ്സ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാ. കാരണം സ്കൂളിലുള്ളത് ചിലപ്പോൾ വിചാരിച്ചാണ് എല്ലാരും വർക്കിംഗ് അല്ലേ പാരന്റ്സ്, അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു കുട്ടികൾ പിന്നെ പെട്ടെന്ന് കഴിക്കുമല്ലോ. ചോറ് കഴിക്കാനല്ലേ സമയം എടുക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിനും ആന്റിമാർക്കും എഫേർട്ട് കൂടുതലല്ലേ. അത് സ്കൂളിലൊന്ന് പറയാ. കാരണം ഒരു മെയിൻ ഫുഡ് കഴിക്കുന്നത് ആ ഒരു ഉച്ചയ്ക്കുള്ളതാണല്ലോ മെയിൻ ഫുഡായിട്ട് കഴിക്കുന്നത്. ആ ഒരു സമയത്ത് അത് സ്കൂളിൽ നിങ്ങൾ മീറ്റിങ്ങിന് പോകുമ്പോ തന്നെ പറയണം. ഇതുപോലെ മാസ്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമുക്ക് ആ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ത്രെഡ് പോലെ കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി അത് കുട്ടികളുടെ ചെവിയിൽ അങ്ങനെ വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേ മാസ്ക് തന്നെ സ്റ്റിക്കിൽ വെക്കാൻ, സ്റ്റിക്കിൽ വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അതില് അനിമൽസും അതുപോലെ ബേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാരക്ടേഴ്സിനെ ഇതുപോലെ മാസ്ക് ആക്കാം. വെറുതെ പറഞ്ഞു കൊടുക്കുന്നതിലും നമ്മൾ മാസ്ക് യൂസ് ചെയ്ത് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, അവരെ ആ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോറി ചെയ്യിക്കുകയും ചെയ്യാം. ഒരു ഡ്രാമ പോലെ, ചെറിയൊരു ഡ്രാമ പോലെയൊക്കെ ചെയ്യിക്കാം. അതൊക്കെ അപ് ടു യു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ചിലതൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ വരച്ചിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ചില മാസ്കുകൾ എൽ കെ ജിയിലൊക്കെ മോള് LKG അപ്പൊ അവർക്ക് ഇതുപോലെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടറിന്റെ മാസ്ക് ഉണ്ടാക്കിയിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഒരു 5-6 സെന്റൻസും പറയണം. അപ്പൊ അത് ഇതുപോലെ അവരൊക്കെ മാസ്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു, വാങ്ങിക്കാതെ ഇഷ്ടമുള്ള ഫേവറേറ്റ് കാർട്ടൂൺ എന്താണോ അപ്പൊ അത് ഇതുപോലെ മോൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാഷയുടെ ക്യാരക്ടർ. വെരി ഗുഡ്. അവൾക്ക് ഇഷ്ടമുള്ളത് മാഷയാണ്. മാഷ എന്റെ പേരിലെ ക്യാരക്ടർ മാഷ. അപ്പൊ ഇതുപോലെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടാനും പറ്റും. ഫോം ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഞാനിപ്പോ ഇത് ചാർട്ട് പേപ്പറിലാണ് ചെയ്തത്. അത് കാർഡ്ബോർഡിൽ ഒട്ടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ഇത് ആയിരിക്കും. ഫ്ലെക്സിബിൾ ആണ്. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആണ് മിസ്. ഓക്കെ. ബാക്കിൽ ഒരു ബാൻഡ് വെച്ചിട്ടുണ്ട്, അപ്പൊ ഇടാൻ പറ്റും. ചാർട്ട് പേപ്പറിലാകുമ്പോ കീറിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഒടിക്കുമ്പോൾ എനിക്ക് വരയ്ക്കും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വരയ്ക്കാനൊന്നും അറിയില്ല. എന്നാലും നോക്കി ചില ഷേപ്സ് ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ട് വരയ്ക്കാൻ പറ്റും. അപ്പൊ വരയ്ക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റും റൈറ്റും എനിക്ക് സിമെട്രിക്കൽ ആയിട്ട് വരില്ല. അപ്പൊ നമ്മൾ ഹാഫ് പോർഷൻ മാത്രം വരച്ചിട്ട് ഫോൾഡ് ചെയ്യുക പേപ്പർ. ഹാഫ് പോർഷൻ ഇങ്ങനെ വരയ്ക്കാൻ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ. ഫോൾഡ് ചെയ്തിട്ട് അത് അൺഫോൾഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്യാം. വരച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ട് സൈഡും സിമെട്രിക്കൽ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കാൻ പോകുന്നതിലെ ക്യാരക്ടേഴ്സ് ഫേസ് മാസ്ക് പോലെ ചെയ്യാം. അത് സ്റ്റിക്കിൽ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഇനി അതല്ല, ചെറിയ ഷേപ്സ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫിംഗേഴ്സിൽ ക്യാപ്പ് പോലെ ഇട്ട് കൊടുക്കും. ഫിംഗേഴ്സ് മൂവ് ചെയ്ത് അവരോട് നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാം. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ഇപ്പോഴേ മാസ്കുകളൊക്കെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആകുന്ന സ്റ്റോറീസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാസ്ക് സെറ്റ് ചെയ്ത് വെച്ചോളൂ. പിന്നെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴേ തന്നു പോകുന്നത് സമയം കണ്ടെത്തി ഇപ്പോഴെ തന്നെ ചെയ്യുക. ലാസ്റ്റ് മൊമെന്റ് ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിപ്പോ പാർട്ട് 1 നിൽക്കുകയാണ്. പാർട്ട് 3 എത്തുമ്പോൾ മോണ്ടിസോറി മെത്തേഡ്, അതിന്റെ തിയറി ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് പാർട്ട് 3. ആ സമയമാകുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പാരലലി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യും.
പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണല്ലോ. അപ്പൊ പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർമാരായി മാറിക്കഴിഞ്ഞു. പിന്നെ എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളത് അതൊരു സൈഡ്. പക്ഷെ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോണ്ടിസോറി മെത്തേഡ് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ വൈവ സ്റ്റാർട്ട് ചെയ്യും. സാധാരണ തിയറി കഴിയുമ്പോഴാണ് വൈവ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തിട്ടാണ് വൈവ വരുന്നത്. അതുകൊണ്ട് ചിലപ്പോ തിയറി എക്സാമിന് മുമ്പ് തന്നെ വൈവ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ തിയറി വൈവയുടെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. മെയിൻ ആയിട്ടും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം, മറ്റുള്ള ടീച്ചേഴ്സും അത് പറയും. ഇതൊക്കെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കേട്ടോ. ഇത് 2 സർക്കിൾ യൂസ് ചെയ്തിട്ടാണ് ഈ ബേർഡിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ചെറിയ സർക്കിൾ, ഒന്ന് വലിയ സർക്കിൾ. വലിയ സർക്കിൾ ആ ബേർഡിന്റെ ബോഡിയായി, ചെറിയ സർക്കിള് ഫേസ് ആയി. പിന്നെ ഈ ക്രേപ്പ് പേപ്പർ വാങ്ങാൻ കിട്ടുമല്ലോ, അത് അതിന്റെ നാക്ക് പോലെ. പിന്നെ അങ്ങനെ വിങ്സ് ആയിട്ടും അങ്ങനെയൊക്കെ. അതൊക്കെ ദാറ്റ്സ് അപ് ടു യു. ഞങ്ങളുടെ ടൈമിൽ ആംഗ്രി ബേർഡ്സ് ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. അപ്പൊ ആംഗ്രി ബേർഡ്സും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സാൻഡ് പേപ്പർ വാങ്ങാൻ കിട്ടും. സാൻഡ് പേപ്പർ അറിയാമോ? അറിയാം മിസ്. ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ വർക്ക് ചെയ്ത സാൻഡ് പേപ്പർ കൊണ്ട് ABCD ആൽഫബറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഫ്ലാഷ് കാർഡ്. ഏതൊക്കെയോ ബാച്ചിലെ കുട്ടികള് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ മലയാളം ലെറ്റേഴ്സും ഹിന്ദി ലെറ്റേഴ്സും എല്ലാം ചെയ്തിട്ട് പോയി. ഭയങ്കര ടഫ്. കേർവ് ആയിട്ട് വരുന്നതൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. യെസ് യെസ്. ഓക്കെ. വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ് അതൊക്കെ പറഞ്ഞു തന്നിരുന്നു? ഇല്ല. നമ്പർ വീലും പിക്ചർ വീലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അക്ഷതി മിസ് ആണോ പറഞ്ഞു തന്നെ? ആൽഫബറ്റ്സും നമ്പേഴ്സും, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, നമ്പേഴ്സ് ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ ആൽഫബറ്റ് ചാർട്ടും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ക്ലാസ്സില് അപർണ മിസ്സാ പറഞ്ഞു. നിങ്ങൾ വേർഡ് റീഡിംഗ് കാർഡും പിക്ചർ റീഡിംഗ് കാർഡും അതുപോലെ തന്നെ കളർ കാർഡും ഉണ്ടാക്കണം. എളുപ്പമുള്ള ആക്ടിവിറ്റീസ് ആണ്. ലോ കോസ്റ്റ് ആയതുകൊണ്ടാട്ടോ അത് ചെയ്യിക്കുന്നത്. ഇതൊക്കെ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ആണ്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന് ഭയങ്കര കോസ്റ്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമുക്ക് ലോ കോസ്റ്റില് ചില മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അത് മാത്രം ചെയ്യിക്കുന്നത് കേട്ടോ. ചിലതിന് അതിന്റെ റിപ്ലിക്ക ആയിട്ടാണ് ചെയ്യുന്നത്. വീട്ടില് ഹസ്ബൻഡ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പണി കൊടുക്കുമോ? അവരൊക്കെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ചെയ്യട്ടെ. വേർഡ് റീഡിംഗ് കാർഡ്, വേർഡ് മാത്രം, കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ്. ഓക്കെ. എത്രണ്ണം വീതം ഉണ്ടാക്കേണ്ടി വരും മാം? തൽക്കാലം ഒരു 4 വേർഡ്സ് എങ്കിലും മിനിമം ചെയ്യാം. നിങ്ങൾ എത്ര ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് സിമ്പിൾ വേർഡ്സ് മതിയില്ലേ? മതി, സിമ്പിൾ വേർഡ്സ് മതി. പിക്ചർ റീഡിംഗ് കാർഡ് ആവുമ്പോ പിക്ചറും കൂടെ വരും. കുറച്ചുകൂടെ വലുതാക്കാം. ഞാൻ എഴുതിയത് ഇച്ചിരി ചെറുതായി പോയിട്ട്. പിക്ചർ വിത്ത് നെയിം ആണോ മാം? എന്തോ? പിക്ചർ വിത്ത് നെയിം ആണോ? അതെ അതെ, പിക്ചർ റീഡിംഗ് കാർഡ്. വേർഡ് റീഡിംഗ് കാർഡ് എന്ന് പറയുമ്പോൾ പിക്ചർ ഒട്ടിച്ചിട്ട് നെയിം എഴുതുക. അതെ. ചാർട്ട് കട്ട് ചെയ്തിട്ട് അതിൽ പിക്ചർ ഒട്ടിച്ചിട്ടാണോ നെയിം എഴുതേണ്ടത്? അതെ അതെ, അതില് കട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് കീറി പോകാതിരിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ ചില കാർഡ്ബോർഡ് പീസസ് കിട്ടില്ലേ, അത് അതിലൊട്ടിച്ച് കറക്റ്റ് കട്ട് ചെയ്ത് സെക്യൂർ ആക്കുക. അതാവുമ്പോൾ പറന്നും പോവില്ല, കീറിയും പോവില്ല. ഓക്കെ, സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് ഞാനൊരു 2017 ഉണ്ടാക്കിയതാ. ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത്. പിന്നെ കളർ കാർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പില് വരച്ചിട്ട്, വൈറ്റ് കളർ ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചിട്ട് ഇങ്ങനെ കാണിക്കാം. ചിലരെന്താ ചെയ്തതെന്ന് വെച്ചാൽ കളർ പേപ്പർ ഷേപ്പിൽ വെട്ടിയിട്ട് ഒട്ടിച്ചു. ചിലര് വീണ്ടും അതില് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തു. അതായത് ജോമെട്രിക്കൽ ഷേപ്സ് കുട്ടികളെ പഠിപ്പിക്കണം. ട്രയാങ്കിൾ, സർക്കിൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഓരോ കളറും പഠിക്കും, ആ ഷേപ്പും പഠിക്കും. അങ്ങനെ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചവരുണ്ട്. ഓക്കെ. പിന്നെ
എന്തോ കളർ കാർഡ്, ബ്ലൂ, റെഡ്, അങ്ങനെ എന്തൊക്കെ കളർ ഉണ്ടോ കളർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കളർ കാർഡ് ചെയ്യാം. ഇഷ്ടമുള്ള ഒരു ഷേപ്പ് വരയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങള്. എല്ലാ കളേഴ്സും പഴയ വേണം സോക്സ് എല്ലാ കളേഴ്സും വേണോ? മെയിൻ കളേഴ്സ് ഉണ്ടല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, 7 Orange. കളേഴ്സ് ചെയ്താൽ മതിയോ? 7 കളേഴ്സ് ചെയ്താലും മതി. കളർ മിക്സ് ചെയ്തിട്ട് റെഡിഷ്, ഓറഞ്ച് എന്നോ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. അതൊക്കെ അവർക്ക് കളർ ടാബ്ലറ്റ്സ് ഉണ്ട്. ഇനി പഴയ സോക്സ് ഉണ്ടോ വീട്ടില്? റൈറ്റ് ഹാൻഡിൽ ഇടാൻ പറ്റില്ല. പ്രൈമറി കളറും സെക്കൻഡറി കളറും കൂടി ആയാലും കുഴപ്പമില്ല. ഇപ്പൊ റെയിൻബോ കളേഴ്സ് ആയാലും കുഴപ്പമില്ല. വീട്ടിൽ പഴയ സോക്സ് ഉണ്ടെങ്കിൽ സോക്സ് വെച്ചിട്ട് സ്നേക്ക്, റാബിറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ സ്പഞ്ചിന്റെ ബ്ലോക്ക് സ്പോഞ്ച് അത് ടൈ ചെയ്ത് നമുക്ക് ഡോൾ ഉണ്ടാക്കാം. ഇത് ഗൂഗിളി ഐസ് ആണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇത് വാങ്ങാൻ കിട്ടും, വലിയ വിലയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുറെ ഗൂഗിളി ഐസ് കിട്ടും. അത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ സ്നേക്കിന്റെ നാക്ക് പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ ഞാനൊരു സാറ്റിൻ റിബൺ വെച്ചിട്ടുണ്ട്. 2 സ്നേക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടിന്റെയും പ്രത്യേകത പറഞ്ഞുതരാം കേട്ടോ. ഒരു സെക്കൻഡ്. ആകെ ചെയ്തത് ഗൂഗിളി ഐസ് ഒട്ടിച്ചു. ഈ നമ്മൾ കൈ ഇങ്ങനെ മടക്കുമ്പോ അതിന്റെ നാക്ക് പോലെ വരുന്ന ഭാഗത്ത് സാറ്റിൻ റിബൺ കാണിച്ചു. നമ്മൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാവും. ഇത് മാത്രമല്ല, നമ്മുടെ 3rd ബാച്ചിലെ ഒരു കുട്ടി, ഷീസ് 43 years old, ജോബ് വേണം, വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരാളായിരുന്നു. ആൾക്ക് നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ ലേമർ എന്നുള്ള സ്കൂള്, തൃപ്രയാറുള്ള സ്കൂളില് ജോബ് കിട്ടി. അവിടെ ജോലിക്ക് പോയപ്പോ എല്ലാ മെറ്റീരിയൽസും കയ്യിൽ കൊണ്ടുപോയി. അപ്പൊ ഈ സ്നേക്ക് ഉണ്ടായിരുന്നു. അവരിത് കണ്ടിട്ട് അവര് പറഞ്ഞു, ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞു. ഇതിനെ ബേസ് ചെയ്തിട്ട് നിന്ന നിപ്പില് ഒരു കഥയൊന്ന് ക്രിയേറ്റ് ചെയ്തു. അവർക്കും മനസ്സിലായി അറിയാവുന്ന കഥയൊന്നും അല്ല, അപ്പൊ തട്ടിക്കൂട്ടിയ ഒരു കഥയാണ്. അവര് കഥയുടെ സ്റ്റാൻഡേർഡ് ഒന്നും നോക്കിയില്ല. അത് പ്രസന്റ് ചെയ്യാനുള്ള ആളുടെ ധൈര്യം. അവിടെ ജോലി കിട്ടി. അപ്പൊ ഏജ് ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലായില്ലേ. ലാംഗ്വേജ് വേണം, അത് നമുക്ക് ഉണ്ടാകും. ആ ലാംഗ്വേജ് നമുക്ക് നല്ലൊരു ഇംഗ്ലീഷ് ക്ലാസ് തന്നെ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ വേറൊരു രീതിയിൽ സോക്സ് ചെയ്തിരുന്നു. കുറച്ചുകൂടെ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാനത്ര നന്നായിട്ടൊന്നും ചെയ്തില്ല, പക്ഷെ അത് പറഞ്ഞു കൊടുത്തപ്പോ നമ്മുടെ ബാച്ചിലെ പലരും അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളിങ്ങനെ കയ്യിലിടുമ്പോ നമ്മള് മടക്കുമ്പോ ഈ സ്നേക്കിന്റെ തലഭാഗവും ഇങ്ങനെ വരുമല്ലോ. ഇതിനകത്ത് ഗൂഗിളി ഐസ് ഒക്കെ താഴെ പോയിട്ടോ, ഒരു റെഡ് സ്നേക്സ് ഗൂഗിളി ഐസ് ഒക്കെ ഒട്ടിച്ചു വെച്ചത് പോയി. ഈ നമ്മുടെ ഈ ഭാഗമല്ലേ, നമ്മുടെ കൈവെള്ളയുടെ ഈ ഭാഗം, അതായത് സ്നേക്ക് ഇങ്ങനെ തല വരുന്ന ആ ഒരു നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ആ ഒരു പോർഷനില് നമ്മളൊരു പെറ്റലിന്റെ ഷേപ്പില് ഒരു കാർഡ്ബോർഡ് എടുക്കുക. നിങ്ങൾക്ക് ആ കളർ മനസ്സിലാകും, ആ ഷേപ്പ് കണ്ടോ. ആ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മൾ സോക്സിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ഈ പോർഷനിൽ വെച്ച് ഈ സോക്സും ആ ഒരു കാർഡ്ബോർഡുമായിട്ട് നല്ല പോലെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. കാർഡ്ബോർഡ് ഇളകി വരരുതല്ലോ, ഉള്ളിലാണ് കേട്ടോ നമ്മൾ കാർഡ്ബോർഡ് വെച്ചിരിക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കാർഡ്ബോർഡ് വരുന്ന അത്രയും പോർഷനിൽ ഒരു ഡാർക്ക് കളറ്, എന്താണോ സോക്സിന്റെ കളറ് അതിന്റെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന കളറ് വെച്ചിട്ട് അതും കൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ നാക്ക് വരുന്ന ഭാഗത്ത് ഒരു ഇത് വെക്കുക. അതെനിക്ക് നന്നായില്ല. പക്ഷെ നമ്മളിങ്ങനെ മടക്കുമ്പോ ആ സ്നേക്കിന്റെ ആ മൂവ്മെന്റ് കറക്റ്റ് കിട്ടും ഈ കാർഡ്ബോർഡ് വെക്കുകയാണെങ്കിൽ. ഞാൻ ആദ്യം കാണിച്ച വൈറ്റ് സോക്സിൽ അതില്ല, ആ കാർഡ്ബോർഡ് പീസ് ഇല്ല. പക്ഷെ കാർഡ്ബോർഡ് വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശരിക്കും അത് കുട്ടികൾക്ക് ഭയങ്കര രസമായിരിക്കും. അവർക്ക് ആ മൂവ്മെന്റ് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ ഈ സോക്സ് കൊണ്ട് റാബിറ്റിനെയും, സ്നേക്ക് മാത്രല്ല റാബിറ്റും, അങ്ങനെ പല പല സാധനങ്ങള് പലരും ഉണ്ടാക്കി. പിന്നെ വേറൊരു സാധനം ഡീറ്റെയിൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇല്ലേ, അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഗ്രൂപ്പിലൊന്ന് ഇടാമോ? ചെയ്യാം, ഇടാം. നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുന്ന ഒരു സംഭവമില്ലേ, ടിപ് ടോപ്പോ, വിരലിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട്, ഓർമ്മയുണ്ടോ? ആ ഉണ്ട് മിസ്. പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ? കളേഴ്സ് ഒക്കെ എഴുതുന്നതല്ലേ മാം? നമ്പേഴ്സ് ആദ്യം എഴുതും, പിന്നെ കളേഴ്സ് എഴുതും. ആ ഓക്കെ ഓക്കെ.
കുട്ടികൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരെ കൊണ്ട് ഉണ്ടാക്കി ഇപ്പോഴത്തെ പിള്ളേരും ചെയ്യും. അതെ അതെ അതെ, അതൊക്കെ ചെയ്യാം. അവർക്ക് ഇങ്ങനെ ആക്ടിവിറ്റീസ് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഒരിക്കലും അവരായിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എടുക്കുന്നതല്ല, നമ്മൾ കൊടുക്കുന്നതാണ് അവരുടെ കയ്യിൽ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല, നമുക്ക് പിന്നെ നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും കൊടുക്കുവാണ്. കുട്ടികൾ ജനിച്ച് വന്ന് കുറച്ച് കഴിയുമ്പോഴേ കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ കിട്ടും. അവർക്ക് അതിനെപ്പറ്റി അറിയുന്നില്ല. ബട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ സോഷ്യൽ ഇഷ്യൂസിന്റെ റോൾ പ്ലേ പറഞ്ഞു വന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ റോൾ പ്ലേ നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ ആലോചിക്കും ക്ലാസ്സിൽ എങ്ങനെ പ്രസന്റ് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അപ്പൊ 4 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ 4 പേരെ നമുക്ക് കിട്ടാൻ പാടല്ലേ. പല പല സ്ഥലത്തിരിക്കുന്ന 4 പേരാകുമ്പോൾ ഈ ഓഡിയോ ഓൺ ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യും. എന്നാലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങൾ ഓണം സെലിബ്രേഷൻ ഒക്കെ നടത്തിയതല്ലേ. അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായിട്ട് ചിലര് മക്കളുമായിട്ട് ചേർന്ന് ആ റോൾ പ്ലേ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാറുണ്ട്. ഇനി അതല്ല, ഒറ്റയ്ക്ക് ഒരാള് 4 ക്യാരക്ടേഴ്സിനെ ചെയ്യാം. വോയിസ് മോഡുലേഷനും ആ ഒരു ആക്ഷൻസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. 5 minutes. ഇപ്പൊ സ്മോക്കിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ടോ ഹൈജീന്റെ ഇമ്പോർട്ടൻസ്, ടീച്ചർ കുട്ടിയോട് സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷൻ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചുകൊണ്ടോ അങ്ങനെയുള്ള രീതിയിൽ അമ്മയും കുട്ടിയും തമ്മിലുള്ളതാകാം, അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ ഇങ്ങനെ നെയിൽസ് കട്ട് ചെയ്യുന്നതിന്റെ ഒരു ആക്ടിവിറ്റി ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി കാണിച്ചതാണ്. ഇങ്ങനെ 5 holes ഇട്ടു. 5 ഹോൾസിന്റെ താഴെയായിട്ട് ഭയങ്കര നീളത്തില് നെയിൽസ് പോലെ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു. എഡ്ജ് മാത്രമേ ഒട്ടിച്ചുള്ളൂ. അപ്പൊ ഇതിങ്ങനെ നീളത്തിൽ കിടക്കുക. കുട്ടിയുടെ ഫിംഗേഴ്സ് ആ ഹോൾസിലൂടെ ഇട്ടിട്ട് ഈ നെയിൽസ് പോലെ പേപ്പർ ഒട്ടിച്ചതിൽ ഇങ്ങനെ ടച്ച് ചെയ്യിച്ചു. എന്നിട്ട് കുട്ടിയെ കൊണ്ട് തന്നെ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ആ പേപ്പർ പീസസ് നെയിൽസ് ആന്നുള്ള രീതിയിൽ കട്ട് ചെയ്തു. അപ്പൊ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കുട്ടി. എന്നിട്ട് കുട്ടിയെ പതുക്കെ നെയിൽസ് കട്ട് ചെയ്യാനായിട്ട് വിളിച്ചപ്പോഴേക്കും അത് കൈ നീട്ടിച്ചേർന്നു. കാരണം അവന് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞപ്പോ ഒബീഡിയൻസ് തന്നെ വന്നു, അനുസരണം തന്നെത്താനെ അതിന് അനുസരിക്കാനുള്ളൊരിത് വന്നു. അപ്പൊ അങ്ങനെ നെയിൽസ്, അങ്ങനെ ഒരു ചെറിയ റോൾ പ്ലേ ഉണ്ടാക്കാം. നെയിൽസ് കട്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും നെയിൽസ് കട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് അങ്ങനെ അണുക്കളിരിക്കുന്നത്, അങ്ങനെ എങ്ങനെയാ നിങ്ങൾക്ക് സോഷ്യൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള റോൾ പ്ലേസ് സെറ്റ് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. ക്ലാസ് എന്ന് പറയുന്നത് തിയറി മാത്രമല്ല, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോ പ്രസന്റ് ചെയ്യണ്ടേ? എങ്ങനെ എന്നാ പ്രസന്റ് ചെയ്യേണ്ടത്? അത് പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. പ്രിപ്പയർ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ. നമ്മള് ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങൾ വന്നത്. റോൾ പ്ലേയിലൂടെ ഈ അവയർനെസ് നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് റോൾ പ്ലേ നമ്മൾ കേട്ടിട്ടില്ലേ, സ്ട്രീറ്റ് പ്ലേ ഒക്കെ നടക്കാറില്ലേ, തെരുവ് നാടകം, നമുക്ക് കുറെ മെസ്സേജ് കിട്ടുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ആ ഒരു സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ വിഷ്വൽ ഇമ്പാക്ട് വളരെ ഇമ്പോർട്ടന്റ്. അവരുടെ വിഷ്വൽ സെൻസ് ശരിക്കും വർക്ക് ചെയ്യും. അവർ കാണുന്നത്, കേൾക്കുന്നത്, ടച്ച് ചെയ്യുന്നത്, അവര് ടേസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ വിഷ്വൽ ഇമ്പാക്ട്, ആ ഒരു സെൻസ് അവരിൽ നല്ലപോലെ വർക്ക്ഔട്ട് ആവും. ഇവരത് ചെന്ന് അങ്ങനെ വീട്ടിൽ ചെന്ന് പറയും, എന്നെ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ പഠിപ്പിച്ചു. ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു അവയർനെസ് ആ ഒരു ഫാമിലിയിലേക്ക് മുഴുവൻ ചെല്ലുക. അങ്ങനെ കുറെ ഫാമിലീസിലേക്ക്, ചിലപ്പോൾ ഒരു സൊസൈറ്റിയിൽ മുഴുവനും അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള അവയർനെസ്. അതിൽ അമ്മമാര് തമ്മിൽ ചിലപ്പോൾ കാണുമ്പോൾ മോളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത് വളരെ നല്ലതായിരുന്നു, അവരിലേക്ക് ആ ഒരു അവയർനെസ് വന്നപ്പോൾ അവരത് ഷെയർ ചെയ്യാണ്. ഇതിന്റെ ഇമ്പാക്ട് ചെറുതല്ല. ഓക്കെ, അപ്പൊ സ്കൂൾ അതോറിറ്റീസ് ഇതിലെല്ലാം ശ്രദ്ധിക്കണം. കുറെ പ്രോഗ്രാംസ് ഗുഡ് ഫുഡ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കുറെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. അതിന് വേണ്ടുന്ന ഹൈജീനിന് വേണ്ടുന്ന ഹാബിറ്റ്സ്, ക്ലെൻലിനെസ്, അതെല്ലാം. അപ്പൊ സ്കൂളിൽ അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, നല്ല ഹൈജീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂളിൽ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് സമയം തരും. ഓക്കെ, തേർഡ് പോയിന്റ്. Yes, please. Okay, ma'am. To make precautionary and preventive measure. Its aim is to take good precaution against pollution and spread of disease,
so good hygiene arrangements are made. Urinal and toilets are kept clean. Sweeping is done daily, and the rooms and the furniture are kept neat and tidy. The edibles is in the tuck shop are saved from fires. അതിൽ ആ പാരഗ്രാഫിലെ ലാസ്റ്റ് ഫ്ലൈസ് ആണ്, ഫയൽസ് അല്ല. ഈച്ച, FLIES. ഓക്കെ, അപ്പോ ഒരു സേഫ് ഗാർഡ് ആയിട്ടുള്ള കുറെ പ്രിവെന്റീവ് മെഷേഴ്സും പ്രിക്വേഷൻസും എടുക്കണം സ്കൂളിൽ. പ്രത്യേകിച്ച് പൊല്യൂഷൻ ഉണ്ടാകരുത്, പിന്നെ ഡിസീസ് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് സ്കൂളിൽ കൂടുതലാണ്. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ പല പല ഏരിയയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉണ്ടാകും. ചില സ്കൂളുകൾ ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്കൂളിൽ ഗുഡ് ഹൈജീൻ മെഷർമെന്റ്സും അറേഞ്ച്മെന്റ്സും ഉണ്ടായിരുന്നു. കുട്ടികൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ്സും യൂറിനൽസും എല്ലാം നല്ലപോലെ കീപ്പ് ചെയ്യണം. സ്വീപ്പിംഗ് എല്ലാം എപ്പോഴും ചെയ്യണം. പിന്നെ റൂമും ഫർണിച്ചറും ഒക്കെ നീറ്റ് ആയിരിക്കണം, ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം. പിന്നെ ചില സ്കൂളുകളിൽ ക്യാൻഡി സ്റ്റോർ ഉണ്ടാവും. ടെക് ഷോപ്പ് എന്ന് പറയുന്നത് അതാണ്, ക്യാൻഡി സ്റ്റോർ. ചെറിയ രീതിയിലുള്ള സ്നാക്സും സ്വീറ്റ്സും ഒക്കെ കിട്ടുന്ന ക്യാൻഡി സ്റ്റോർ. അവിടെ ഇതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ഗ്ലാസ് അങ്ങനത്തെ ബോക്സുകൾ അതിലായിരിക്കണം. ഈച്ച കടക്കാത്ത രീതിയിൽ, സേവ്ഡ് ഫ്രം ഫ്ലൈസ്. ടെക് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡി സ്റ്റോർ ചില സ്കൂളുകളിലുണ്ട്, ചില സ്കൂളുകളിലില്ല. എന്നാലും ഉള്ളിടത്ത് ഈച്ച കടക്കാത്ത രീതിയിൽ വേണം. കാരണം ഫ്ലൈസ് ആണ് ഏറ്റവും കൂടുതൽ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ. ഏറ്റവും അധികം ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് ഫ്ലൈസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് തേർഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. പ്രിക്വേഷൻസും പ്രിവെൻഷനും എടുക്കണം. കുട്ടികളെ സേഫ് ഗാർഡ്, അവരുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ, ഗുഡ് ഹൈജീൻ ഉറപ്പാക്കാൻ, ക്ലീൻലിനെസ് ഉറപ്പാക്കാനായിട്ട്. എഡിബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. ക്യൂറേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിവെൻഷനും പ്രിക്വേഷൻസും എടുത്താലും ചിലപ്പോൾ അസുഖങ്ങൾ വരും. അസുഖങ്ങൾ വന്നാൽ ആ അസുഖത്തിന് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള റെമഡി, ട്രീറ്റ്മെന്റ് എടുക്കണം. അതാണ് ഫോർത്ത് വൺ പറയുന്നത്. ആരെങ്കിലും റീഡ് ചെയ്യും? യെസ്, ഓക്കെ, നോ പ്രോബ്ലം. ക്യൂറേറ്റീവ് മെഷേഴ്സ് എടുക്കുക, അതായത് റെമഡി. എന്തെങ്കിലും അസുഖങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ അതിന് ഉള്ള ഒരു ശരിയായ ഒരു റെമഡി എടുക്കുക എന്നുള്ളത്. കറക്റ്റീവ് ആക്ഷൻസ് ഡിസീസിന് എടുക്കുക. സ്കൂളുകളിൽ ചിലപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്താറുണ്ട്. അതായത് ഐ ചെക്കപ്പ്, ഡെന്റൽ ചെക്കപ്പ് ഒക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ കറക്റ്റ് ടൈമിൽ തന്നെ. പിന്നെ സ്കൂളിൽ വെച്ച് കുട്ടികൾക്ക് ചെറിയ ചെറിയ ആക്സിഡന്റ്സ് സംഭവിക്കാം അല്ലെ. കാരണം അവർ ഓടുന്നു, കളിക്കുന്നു, അപ്പോഴൊക്കെ വീണ് ഇഞ്ചുറീസ് സംഭവിക്കാം. ചില സമയത്ത് സ്കൂളിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് ഉണ്ടാവും, അത് വെച്ചിട്ട് അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ചിലത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ചില സമയത്ത് സ്റ്റിച്ചുകളുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരും. അങ്ങനെ ഇഞ്ചുറീസും ഡിസീസും ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് റെമഡി തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ചില കുട്ടികള് മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റ് എന്താ? ദൂരെയുള്ള ഒബ്ജക്ട്സ് അവർക്ക് ഭയങ്കര ബ്ലേർഡ് ആയിട്ട് കാണും, ഒട്ടും ക്ലിയർ അല്ലാതെ. അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് കാണും, പക്ഷെ ദൂരെ. അതായത് എന്റെ മോൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയത് കുഞ്ഞായിരുന്നപ്പോ അവളെ ഇങ്ങനെ TV കാണുമ്പോൾ നമ്മൾ ഒരു പ്രോപ്പർ ഡിസ്റ്റൻസിൽ എത്തി കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ പതുക്കെ ഒരു മാഗ്നറ്റ് പോലെ ടിവിയുടെ മുമ്പിൽ പോയി നിൽക്കും. നമ്മൾ അവിടെ നിന്ന് പിടിച്ച് വീണ്ടും കൊണ്ടുപോയി ബാക്കിലേക്ക് കൊണ്ടുപോയാലും കുറച്ച് കഴിയുമ്പോൾ ഇവള് മുമ്പിലേക്ക് ചെല്ലും. കാരണം അവൾക്ക് കാണുന്നില്ല ദൂരെയുള്ളത് കറക്റ്റ് ആയിട്ട്. അതപ്പം മനസ്സിലായില്ലായിരുന്നു. ഇവൾക്ക് ക്ലാസ്സിലെ മറ്റു കുട്ടികളെ വെച്ച് നോക്കിയപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഇവളെപ്പോഴും സിസ്റ്റർ ബാക്കിലിരുത്തും. കാരണം ഫ്രണ്ടിൽ ഇരുത്തുമ്പോൾ പുറകിലിരിക്കുന്ന കുട്ടികൾക്ക് ഹൈറ്റ് കാരണം ബോർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞ് ബാക്കിലിരുത്തും. അങ്ങനെ LKG ആയിരുന്നപ്പോ നോക്കുമ്പോൾ ഒരു നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ട് വരുന്നതെല്ലാം മിസ്റ്റേക്കാണ്. ബോർഡിൽ നിന്നും നോക്കി എഴുതുന്നത് കംപ്ലീറ്റ് മിസ്റ്റേക്ക്. അപ്പൊ എനിക്ക് സംശയം തോന്നി വിഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ജെനറ്റിക് ആണ് അസ്റ്റിഗ്മാറ്റിസം, അതായത് ഫോക്കസിങ് ശരിയല്ല, ഷോർട്ട് സൈറ്റിന്റെ കുറച്ചുകൂടെ ഒരു കൂടിയൊരു വേർഷൻ. അങ്ങനെ അന്ന് തുടങ്ങി അവള് സ്പെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ലൈഫ് ലോങ് സ്പെക്സ് വേണം, 18 years കഴിയുമ്പോൾ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മള് തറോ ചെക്കപ്പ് തന്നെ പിന്നെ എല്ലാ 6 months കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ സെക്കൻഡ് ഒപ്പീനിയൻ ഒക്കെ എടുത്തു. എല്ലായിടത്തും ഇത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ അവൾക്ക് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. അവള് ലാസിക് ട്രീറ്റ്മെന്റ് ചെയ്തു. അത് വലിയ കുഴപ്പമില്ല, സക്സസ് ആയി. അവള് ചെയ്യാൻ കാരണം അവള് തിരഞ്ഞെടുത്ത ഒരു കോഴ്സിൽ വിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുകൊണ്ടാണ്.
അപ്പൊ അങ്ങനെ അപ്പൊ അവള് ലാസിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വിഷൻ ക്ലിയർ ആയപ്പോ കുട്ടി പറയാണ്, ഓ ഇപ്പോഴാണ് ഞാൻ നിങ്ങൾ കാണുന്ന പോലെ, നിങ്ങളെല്ലാരും കാണുന്ന പോലെ എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ആ ചെറുപ്പത്തിൽ വരുന്നതാണ് ഈ ഷോർട്ട് സൈറ്റിന്റെ പ്രശ്നം. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് വളരെ കുറവ് കാലം സ്പെക്സ് യൂസ് ചെയ്താൽ മതി, വളരെ ചിലപ്പോൾ ചില എക്സസൈസ് കൊണ്ട് കറക്റ്റ് ആകും വിഷൻ, അങ്ങനെയൊക്കെ ഉണ്ട്. ഗ്ലാസസ് കറക്റ്റ് സമയത്ത് യൂസ് ചെയ്യണം. അതിപ്പോ നമ്മളെ ഏജ്ഡ് ആണെങ്കിലും അങ്ങനെ തന്നെയാട്ടോ. നമുക്ക് വിഷനൊരു സ്ട്രെയിൻ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഈ 40 ഒക്കെ ആവുമ്പോഴേക്കും പലർക്കും ഈ വെള്ളെഴുത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരും. അത് നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഗ്ലാസ് യൂസ് ചെയ്യാതെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഗ്ലാസ് ഇല്ലാതെ നോക്കിക്കൊണ്ടിരുന്ന പെട്ടെന്ന് തന്നെ നമുക്ക് കാറ്ററാക്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. തിമിരം അതിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് വിഷൻ ചെക്ക് ചെയ്ത് പ്രോപ്പർ ഗ്ലാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും കാറ്ററാക്റ്റിന്റെ ആ ലെവലിലേക്കൊന്നും പോവില്ല. കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്തില്ലെങ്കിൽ മയോപ്പിയ കൂടും എന്നാണ് പറയുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് പുവർ ക്വാളിറ്റി ടീത്ത് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്ക് പയോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോണപഴുപ്പ് എന്ന് പറയില്ലേ, ഡിസ്ചാർജ് ഓഫ് പസ്, മോണയിൽ നിന്ന് ഇങ്ങനെ പസ്സും ബ്ലഡും വരുന്നു, ആ ഒരു അവസ്ഥ. ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ വേണം. അത് പുവർ ഓറൽ ഹൈജീൻ കൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ചെറിയ റോൾ പ്ലേയിലൂടെ ഇതിന്റെ ടീത്ത് നല്ല ക്ലീൻ ആക്കി വെക്കണേന്റെയും അതിന്റെ ഹൈജീനും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും മധുരമുള്ളത് കഴിച്ചു കഴിഞ്ഞാലും പല്ല് ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ചില ആക്ഷൻ സോങ്ങിലൂടെയൊക്കെ നമുക്ക് കുട്ടികളെ കാണിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചെറിയ റോൾ പ്ലേ അവരെ തന്നെ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അവരുടെ ഉള്ളിലേക്ക് വരും. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങള്. നെക്സ്റ്റ് പോയിന്റ്സ് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ എന്നാ മിസ്സേ പ്രസന്റ് ചെയ്യേണ്ടത്? ആക്ടിവിറ്റീസ് ക്ലാസ്സിൽ വരുന്നവർക്ക് ക്ലാസ്സിൽ കാണിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. ബാക്കിയുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിന് സബ്മിഷൻ ഒന്നുമില്ല. പക്ഷേ വൈവ ടൈമില് നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഓൺലൈൻ ആണ് വൈവ എങ്കിൽ കൂടിയും അത് അടുത്തുണ്ടായിരിക്കണം. ടീച്ചേഴ്സ് ആരെങ്കിലും ചിലപ്പോൾ അത് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ അതെടുത്ത് കാണിക്കാൻ നമുക്ക് പറ്റണം. കുട്ടികളെ സാധാരണ ചെയ്യണത് ഒരു റൂമിലെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മിക്കവാറും ബെഡിലൊക്കെ റെക്കോർഡും അസൈൻമെന്റും എല്ലാം ഇങ്ങനെ നിരത്തിയെല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടാവും. കാണണ്ടെന്ന് പറഞ്ഞാലും പറയും, ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തതല്ലേ എനിക്ക് കാണിക്കണം എന്ന് പറഞ്ഞവർ കാണിക്കും. അപ്പൊ വൈവ ടൈമിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. പക്ഷേ അത് ലേറ്റ് ആക്കരുത്. വൈവയ്ക്ക് സമയം ഉണ്ടല്ലോ, ഞാൻ പതുക്കെ ചെയ്യാന്ന് വിചാരിക്കരുത്. കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ പേര് നമ്മുടെ വീടിനടുത്തും നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ നമ്മുടെ കാര്യം മാറ്റി വെച്ചിട്ടായിരിക്കും അത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളുടെ ഷെഡ്യൂളിംഗ് മൊത്തം തെറ്റും. ലാസ്റ്റ് മൊമെന്റ് ചെയ്യാം, സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കും. അത് എല്ലാവർക്കും പറ്റുന്ന, ഈവൻ എനിക്ക് പറ്റുന്ന 2 പ്രോജക്റ്റ് ഇപ്പോഴും പെൻഡിങ്. എന്റെ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് മാറ്റി വെച്ച് അതിങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്. പക്ഷെ അന്ന് ഈ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി എല്ലാം ഒപ്പം ചെയ്തത് കൊണ്ട് വളരെ എളുപ്പമായിരുന്നു. സബ്മിഷന്റെ സമയത്ത് ടെൻഷൻ അടിക്കേണ്ട വന്നില്ല. കാരണം വൈവ ടൈം എടുത്തപ്പോഴേക്കും എനിക്ക് ഭയങ്കര പനിയായിരുന്നു. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ചെയ്യാനേ പറ്റില്ലായിരുന്നു. പക്ഷെ ചെയ്തതെല്ലാം കയ്യിലുണ്ടായിരുന്നു, പറഞ്ഞതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഡിലേ ആക്കരുത്. മിസ്സേ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് ഗ്രൂപ്പിലൊന്ന് ഇടണം കേട്ടോ മിസ്സേ. ഇടാം, എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്തിടാം. മറ്റുള്ള ടീച്ചേഴ്സിനും കൂടെ പറയാം. ഞാൻ അവര് കൊടുത്തിരിക്കുന്നത് ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ലിസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഓഫീസിൽ കൊടുക്കാം. അവരുടെയും കൂടെ ചേർത്ത് ഒരുമിച്ച് അങ്ങ് ഇട്ടോളൂ. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് എന്തെങ്കിലും പറഞ്ഞോളൂ. ഹലോ മാം, സൈൻ ഔട്ട് പറയുന്നത് ഞാനാണ്, ജാക്കി. ഹലോ. പ്ലീസ് ജാക്കി. ഓക്കെ മാം, ഇത്ര നേരം ക്ലാസ് എടുത്ത ദിശ മാമിന് ഒരുപാട് താങ്ക്സ്. ഇത് കേട്ടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു മാം. താങ്ക് താങ്ക് യു മാം. താങ്ക് യു മാം. യു. താങ്ക് യു മാം. താങ്ക് യു മാം.